Hi everyone, welcome to plus 2 physics classes chapter 1 electric charges and fields part 3. ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഇലക്ട്രിക് ചാർജുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. പ്രധാനമായും 3 തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അഡിറ്റീവ് പ്രോപ്പർട്ടി, property of conservation of charge and property of quantization. ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ്? additive property, then second conservation of charge, and quantization. ഓക്കെ, ഓരോന്നും എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, അഡിറ്റീവ് പ്രോപ്പർട്ടി. It says that the total charge of a body is the integral multiple of all the charges located anywhere on the body. Additive property says that the total charge of a body is the integral multiple of all the charges located anywhere on the body. എന്താണത്? ഒരു ബോഡിയുടെ ഓവറോൾ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡിക്കകത്തുള്ള എല്ലാ പോസിറ്റീവ് ചാർജുകളുടെയും എല്ലാ നെഗറ്റീവ് ചാർജുകളുടെയും സമ്മായിരിക്കും ആ ബോഡിയുടെ ഓവറോൾ ചാർജ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, സപ്പോസ് എൻ്റെ കയ്യിൽ ഒരു ബോഡി ഉണ്ട്. അതിനകത്ത് ഒരു +2q ചാർജ് ഉണ്ട്, -3q ചാർജ് ഉണ്ട്, +4q ചാർജ് ഉണ്ട്, -5q ചാർജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബോഡിയുടെ ഓവറോൾ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാർജുകളുടെ ഒക്കെ സമ്മായിരിക്കും വരിക. അപ്പോൾ ഓവറോൾ ചാർജ് Q of the body is equal to 2q plus -3q plus 4q plus -5q. That is equal to 2q minus 3q plus 4q minus 5q. That is equal to 2q plus 4q 6q minus 3q minus 5q minus 8q. Then 6q minus 8q minus 2q. This is the total charge of the body. This is additive property. Then the second property of the electric charge is property of conservation of charge. It says that the total charge of a body
remains constant at all times. Transfer can happen but net value remains the same. The second property, the property of conservation of charge, says that the total charge of a body remains constant at all times. Transfer can happen but net value remains the same. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ഓവറോൾ ചാർജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് കൺസർവേഷൻ ഓഫ് ചാർജ്. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ഓവറോൾ ചാർജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ആ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിനകത്ത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാർജ് ട്രാൻസ്ഫർ ചെയ്താലും അതിന്റെ ഓവറോൾ ചാർജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന പ്രോപ്പർട്ടി പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ പാർട്ട് 1 വീഡിയോക്കകത്ത് എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഒരു എക്സ്പെരിമെന്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്ലാസ്റ്റിക് കോമ്പ് ഉപയോഗിച്ച് നമ്മുടെ തലയിലെ മുടിയിൽ നന്നായിട്ട് റബ് ചെയ്യുന്ന സമയത്ത് ആ കോമ്പിനകത്ത് നെഗറ്റീവ് ചാർജും ഹെയറിനകത്ത് പോസിറ്റീവ് ചാർജും രൂപപ്പെടുകയും ആ കോമ്പിനെ ഒരു പേപ്പർ പീസിന്റെ അടുത്ത് കൊണ്ടുവെക്കുന്ന സമയത്ത് ആ പേപ്പർ പീസ് കോമ്പിലോട്ട് അട്രാക്ട് ചെയ്യുന്നതായും നമ്മൾ പാർട്ട് 1 വീഡിയോക്കകത്ത് കണ്ടിരുന്നു. ആ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതിനെ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ആ സിസ്റ്റത്തിനകത്ത് 2 ഒബ്ജക്റ്റുകളാണ് വരുന്നത്. ഒന്ന് കോമ്പ്, ദെൻ ഹെയർ. സപ്പോസ് ദിസ് ഈസ് കോമ്പ്, ദിസ് ഈസ് ഹെയർ. ബിഫോർ റബ്ബിംഗ്, ഉരസുന്നതിന്റെ മുമ്പ് കോമ്പിന്റെയും ഹെയറിന്റെയും ചാർജ് എന്താണ്? ബോത്ത് ആർ ഇൻ ന്യൂട്രൽ. രണ്ടും ന്യൂട്രൽ ആണ് ബിഫോർ റബ്ബിംഗ്. Then after rubbing, what happens? After rubbing, this is hair, this is comb, this is hair. What is the charge? ഇത് രണ്ട് ന്യൂട്രൽ ആണോ? അല്ല, ചാർജ്ഡ് ആണ്. കാരണം ഹെയറിൽ നിന്ന് ഇലക്ട്രോൺസ് കോമ്പിലോട്ട് വന്നിട്ടുണ്ട് റബ് ചെയ്തപ്പോൾ. സപ്പോസ് ഒരു 5 ഇലക്ട്രോണുകൾ ഹെയറിൽ നിന്ന് കോമ്പിലോട്ട് വന്നു എന്ന് അസ്യൂം ചെയ്യാം. 5 ഇലക്ട്രോൺസ്. അങ്ങനെയാണെങ്കിൽ കോമ്പിന്റെ ചാർജ് എന്താണ്? എത്ര ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ ആയിട്ടുള്ളത്? 5 ഇലക്ട്രോൺസ്. അപ്പോ ചാർജ് എത്രയാണ്? 5e. പ്ലസ് ഓർ മൈനസ് കോമ്പ് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് നെഗറ്റീവ് 5e ചാർജ്. വാട്ട് ഇസ് ദ ചാർജ് ഓഫ് ഹെയർ? എത്ര ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ ആയിട്ടുള്ളത്? 5 ഇലക്ട്രോൺസ്. സോ ദ ചാർജ് ഓഫ് ദ ഹെയർ ഈസ് 5e. പോസിറ്റീവ് ഓർ നെഗറ്റീവ്? ഹെയർ ഇലക്ട്രോണിനെ ലൂസ് ചെയ്തത് കൊണ്ട് ഹെയറിന്റെ ചാർജ് പോസിറ്റീവ്. Then conservation of charge says that റബ് ചെയ്യുന്നതിന്റെ മുമ്പും റബ് ചെയ്തതിന്റെ ശേഷവും കോം ആൻഡ് ഹെയർ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് സെയിം ആയിരിക്കും.
റബ് ചെയ്യുന്നതിന്റെ മുമ്പ് ഇതിന്റെ ടോട്ടൽ ചാർജ് എന്താണ്? ഇത് ന്യൂട്രൽ ആണ്, ഇതും ന്യൂട്രൽ ആണ്. അപ്പൊ 0 + 0 = 0 ചാർജ് ആണ്. ദാറ്റ് ഈസ് ന്യൂട്രൽ. ആഫ്റ്റർ റബ്ബിംഗ് ടോട്ടൽ ചാർജ് എന്താണ്? -5e + 5e = 0. That is, charge before rubbing is 0. Also, charge after rubbing is also 0. That is, the total charge of an isolated system remains constant at all times. This is the second property, conservation of charge. Then the third property of electric charge is quantization. What is quantization? Quantization says that the total charge of a body is the integral multiple of basic charge. Quantization says that the total charge of a body is the integral multiple of basic charge. That is, the total charge of a body Q is equal to N into E, where N is the number of electrons gained or lost. ഒരു ബോഡിക്ക് ഗെയിൻ ചെയ്ത ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ആ ബോഡിയിൽ നിന്ന് ലൂസ് ആയിട്ടുള്ള ഇലക്ട്രോൺസ്, അതിന്റെ എണ്ണമാണ് N. ആൻഡ് E is the basic charge. Its value is E is equal to 1.6 into 10⁻⁻19 coulomb. Coulomb is the unit of charge. Suppose എൻ്റെ കയ്യിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ബേസിക്കലി ഈ ഒരു ഒബ്ജക്റ്റ് ന്യൂട്രൽ ആണ്. ഇനി എപ്പോഴാണ് ഇതിന് ചാർജ് കിട്ടുന്നത്? എപ്പോഴാണോ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആവുന്നത് അപ്പോഴാണ് ഈ ചാർജ് കിട്ടുന്നത്. ഇലക്ട്രോൺസ് ഇതിലോട്ട് വന്നാൽ ഇതിന് നെഗറ്റീവ് ചാർജും, ഇതിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തോട്ട് പോയാൽ ഈ ബോഡിക്ക് പോസിറ്റീവ് ചാർജും ലഭിക്കും. അപ്പൊ എത്ര ഇലക്ട്രോൺസ് ആണോ വരുന്നത് ആ ഇലക്ട്രോണിന്റെ എണ്ണമാണ് ഇവിടുത്തെ N എന്ന് പറയുന്നത്. സപ്പോസ് എൻ്റെ കയ്യിൽ ഒരു ലിഥിയത്തിന്റെ ആറ്റം ഉണ്ട്. ലിഥിയത്തിന്റെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ 3 പ്രോട്ടോൺസ്, അതിന്റെ ചാർജ് +3e. ഇലക്ട്രോണിന്റെ ചാർജും പ്രോട്ടോണിന്റെ ചാർജും സെയിം ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് 1.6 into 10⁻⁻19 കുളും. പ്രോട്ടോണിന്റെ ചാർജ് is also 1.6 into 10⁻⁻19 കുളും. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും, പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, എനിവേ ലിഥിയം ആയിട്ട് ഇതിന്റെ ന്യൂക്ലിയസിനകത്ത് 3 പ്രോട്ടോൺസ്. അതുപോലെ ഇതിന്റെ ന്യൂക്ലിയസിന്റെ സറൗണ്ടിങ്ങിലായിട്ട് 3 ഇലക്ട്രോൺസ്. 1 2 3. ഇത് ന്യൂക്ലിയസ്. Basically, this lithium atom is in neutral. Suppose ഇവിടെയുള്ള ഈ ഇലക്ട്രോൺ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലിഥിയം ആറ്റത്തിന്റെ ചാർജ് എന്തായിരിക്കും വരിക? എത്ര ഇലക്ട്രോൺസ് ആണ് ലൂസ് ആയത്? 1 ഇലക്ട്രോൺ. സോ ദ ചാർജ് ഈസ് 1e. പോസിറ്റീവ് ഓർ നെഗറ്റീവ്? ലൂസ് ആയതുകൊണ്ട്
plus 1e. ഓക്കെ, ഈ ഒരു ഇലക്ട്രോൺ പുറത്തു നിന്നും ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്നാൽ ലിഥിയത്തിന്റെ ചാർജ് എന്തായിരിക്കും? എത്ര ഇലക്ട്രോൺ ആണ് വന്നത്? 1 ഇലക്ട്രോൺ. സോ ദ ചാർജ് ഈസ് 1e. വന്നതുകൊണ്ട് ചാർജ് ഈസ് നെഗറ്റീവ്. അപ്പൊ എത്ര ഇലക്ട്രോൺസ് ആണ് ഗെയിൻ ചെയ്യുന്നത് ഓർ ലൂസ് ചെയ്യുന്നത്? ഇതിന്റെ എണ്ണമാണ് Ne. ഇത് വെച്ചിട്ടാണ് ക്വാണ്ടൈസേഷൻ Q is equal to N into E എന്ന് പറയുന്നത്, where Q is the charge of the body. This is the property of quantization. By using this quantization, we can find out how many electrons are required to charge a body to 1 coulomb. ഒരു ബോഡിയുടെ ചാർജ് 1 coulomb ആവണമെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യണം അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ലൂസ് ചെയ്യണം? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് എത്രയായിരിക്കണം? We can find out by using this quantization. Using this method, we can find out how many electrons are required to charge a body to 1 coulomb. ഒരു ബോഡിയുടെ ചാർജ് പ്ലസ് 1 coulomb ആണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഈ ബോഡിയിൽ നിന്ന് പുറത്തോട്ട് പോകണം? ഓർ ഈ ബോഡിയുടെ ചാർജ് മൈനസ് 1 coulomb ആണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഇതിലോട്ട് വരണം? നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. That is, we know that from quantization Q is equal to N into E, where Q is the charge of the body. നമുക്ക് ചാർജ് എത്രയാണ് വേണ്ടത്? 1 coulomb ചാർജ് ആണ് വേണ്ടത്. അപ്പോൾ Q is equal to 1 coulomb is equal to number of electrons into E. What is the value of E? E is the basic charge. Its value is 1.6 into 10 raised to minus 19 coulomb. So find out N from this. Therefore N is equal to 1 coulomb divided by 1.6 into 10 raised to minus 19 coulomb. Coulomb and coulomb cancelled. Then 1 divided by 1.6 into 10 raised to minus 19 is equal to 6.25 into 10 raised to 18. This is the required number of electrons to charge a body to 1 coulomb.